എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. എത്ര നിഷ്കളങ്കമായ ആഗ്രഹം! ഇതുപോലെ ഇനിയും നിഷ്കളങ്കമായ ആഗ്രഹങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. അടുത്ത ജന്മത്തിലെങ്കിലും പൂണൂലിട്ട ബ്രാഹ്മണനായിട്ട് ജനിക്കണം, ദൈവവിശ്വാസം ഇല്ലാത്തവരെയൊക്കെ തല്ലിക്കൊല്ലണം, ചോദ്യം ചോദിക്കുന്ന മീഡിയക്കാരെയൊക്കെ മുറിയിൽ വിളിച്ചു വരുത്തി ഇടിക്കണം, അതിൽ തന്നെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഒരു അച്ഛൻ്റെ സ്നേഹം കൊടുക്കണം, ഉള്ള കാര്യങ്ങൾ ഇല്ലെന്ന് പറയണം, അത് ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതാണെന്ന് വരുത്തി തീർക്കണം. അങ്ങനെ സാധാരണ മനുഷ്യർക്കൊന്നും ഇല്ലാത്ത തീർത്ത നിഷ്കളങ്കവും സദുദ്ദേശപരവുമായ ചില ആഗ്രഹങ്ങൾ. ഇന്നലെ ഇയാളുടെ ഈ ഉന്നത കുലജാതർ മൂടിനെ നമ്മുടെ രാഹുൽ ഈശ്വർ ന്യായീകരിച്ചത് ഇദ്ദേഹം ഖുറാൻ വായിക്കാൻ അറിയാം എന്ന് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യില്ല, ഇത് ചർച്ച ചെയ്യുന്നു എന്നാണ്. അത് ശരിയാണ്, അത് മോശമായിപ്പോയി. അവിശ്വാസികളെ തല്ലിക്കൊല്ലണമെന്നും അതിന് വേണമെങ്കിൽ ഞാൻ ഖുറാൻ വരെ വായിച്ച് കാണിക്കാം മിത്രങ്ങളെ എന്നും ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ച് പറഞ്ഞപ്പം നമ്മളതിനെ ചർച്ച ചെയ്ത് ഏറിക്കയറ്റി വിടേണ്ടതായിരുന്നു. സോറി സാർ, മൈ മിസ്റ്റേക്ക്. ഈ പറഞ്ഞ വകുപ്പൊക്കെ എടുത്ത് ഉന്നത കുലജാതർക്ക് കൊടുത്താൽ പിന്നെ BJP ഭരിക്കുന്ന രാജ്യത്ത് ആദ്യം തന്നെ ഒരു പ്രസിഡന്റ് ഇല്ലാതാവും. അതിനെപ്പറ്റി പുള്ളിക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത്. പ്രസിഡന്റ് ഉന്നത കുലജാത അല്ലാത്തത് കൊണ്ട് പ്രസിഡന്റിനെ പറ്റി ഇതുവരെ പൊക്കി പറഞ്ഞതായിട്ടോ എവിടെയെങ്കിലും പരാമർശിച്ചതായിട്ടോ പോലും കേട്ടിട്ടില്ല. നിഷ്കളങ്കമായിരിക്കും.